പി.കെ. ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആശയക്കുഴപ്പമില്ലെന്ന് മുഖ്യമന്ത്രി. 3 പേരെ നിയമിക്കാൻ മന്ത്രിമാർക്ക് അവകാശമുണ്ട്. മന്ത്രി ആരെ നിയമിക്കണമെന്ന് പാർട്ടി അറിയേണ്ട കാര്യമില്ല. പ്രൊമോഷൻ കൊടുത്തത് അനുചിതമാണെന്ന് പാർട്ടി കണ്ടെത്തി അത് റദ്ദാക്കുകയും ചെയ്തു. നിയമന വിവാദം പാർട്ടി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറയുന്നു. അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് പറയുന്നത്? നേരത്തെ വേറെ എന്തെല്ലോ ചോദിച്ചല്ലോ. ശ്രീമതി ടീച്ചർ ഫേസ്ബുക്ക് പാർട്ടി സെക്രട്ടറിയുടെ കൂടി അറിവോടെയാണ് ആ നിയമനം. അത് ഞങ്ങളുടെ ഒരു സമ്പ്രദായം. സാധാരണ ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനങ്ങളിൽ 3 പേരെ നിയമിക്കാൻ അതത് മന്ത്രിമാർക്ക് അവകാശം കൊടുക്കാറുണ്ട്. അതിലൊന്ന് 2 ഡ്രൈവർമാരിൽ ഒരാളെ, പിന്നെ വീട്ടിലുള്ള ഫോൺ എടുക്കൽ, അത് വീട്ടിനകമായിട്ട് ബന്ധപ്പെടുന്ന ഒരു നിലയാണല്ലോ, അങ്ങനെയുള്ള ഒരാൾ, പിന്നെ വീട്ടിനകത്തുണ്ടാകേണ്ട കുക്ക്, ഈ 3 പേരെ മന്ത്രിക്കെടുക്കുക. ഇതാണ് ഞങ്ങൾ പൊതു നിലപാട്. അതായിരിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകുക. അതിൽ ആരെ നിയമിക്കുന്നു എന്നത് പാർട്ടി തീരുമാനിക്കുന്നതല്ല, ബന്ധപ്പെട്ട മന്ത്രിയാണ് തീരുമാനിക്കുന്നത്. വിനിഷ വൃന്ദാവൻ ചേരുന്നു. വിനിഷ, മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 3 പേരെ, മന്ത്രിയായിരിക്കുന്ന സമയത്ത് 3 പേരെ നിയമിക്കാൻ മന്ത്രിമാർക്ക് അവകാശമുണ്ട്. അതാരൊക്കെയാണ് എന്നത് പാർട്ടിയെ അറിയിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ രാവിലെ പി.കെ. ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആശയക്കുഴപ്പമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്? വിശദാംശങ്ങൾ. ധന്യ, തീർച്ചയായും പി.കെ. ശ്രീമതി ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ടെ. മന്ത്രിയായിരിക്കെ സാധാരണഗതിയിൽ ഒരു മന്ത്രിക്ക് 3 പേരെ, തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ 3 പേരെ മന്ത്രിക്ക് നിയമിക്കാം. അത് പാർട്ടിയുടെ അറിവോടെ ആവണമെന്നില്ല. പാർട്ടി ആ കാര്യം അറിയേണ്ട കാര്യവുമില്ല. ഇത്തരത്തിലുള്ള ഒരു നിയമനമാണ് പി.കെ. ശ്രീമതി ടീച്ചർ അവരുടെ മരുമകളെ നിയമിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്. ആ ഒരു കാര്യം പാർട്ടി അറിഞ്ഞിരുന്നില്ല. പാർട്ടിയുടെ അറിവോടെ ആയിരുന്നില്ല മകന്റെ ഭാര്യയെ പി.കെ. ശ്രീമതി ടീച്ചർ നിയമിച്ചത്. പിന്നീട് പാർട്ടി ഇക്കാര്യം അറിയുന്നത് മരുമകൾക്ക് പ്രമോഷൻ നൽകിയ സമയത്താണ് പാർട്ടിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുന്നത്. അത് അനുചിതമായ നടപടിയാണെന്ന് കണ്ട് പാർട്ടി ആ ഒരു നിയമന കാര്യത്തിൽ അനുചിതമായ നടപടിയാണ് കൈക്കൊള്ളുന്നത് എന്ന് കണ്ട് പ്രമോഷനും നിയമന നടപടിയും റദ്ദാക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഈ ഒരു കാര്യമാണ് പി.കെ. ശ്രീമതി ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മറ്റൊരു കാര്യം, സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തു. ഇത്തരം മന്ത്രിമാരുടെ ബന്ധുക്കളെ നിയമിച്ചതിലൂടെ, ബന്ധു നിയമനത്തിലൂടെ സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തു എന്നത് പ്രതിപക്ഷത്തിന്റെ വാദം മാത്രമാണ്. അത് ഇത്തരത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളും ആരോപണങ്ങളും ഗൗരവമേറിയ കാര്യമാണ്. ഇത് ഉചിതമായി കൂട്ടായി ചർച്ച ചെയ്യും. ഉചിതമായ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി കോഴിക്കോട് വ്യക്തമാക്കിയത്. ധന്യ. വിനിഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. പി.കെ. ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആശയക്കുഴപ്പമില്ലെന്ന് മുഖ്യമന്ത്രി. 3 പേരെ നിയമിക്കാൻ മന്ത്രിമാർക്ക് അവകാശമുണ്ട്. മന്ത്രി ആരെ നിയമിക്കണമെന്നത് പാർട്ടി അറിയേണ്ട കാര്യമില്ല. പ്രൊമോഷൻ കൊടുത്തത് അനുചിതമാണെന്ന് പാർട്ടി കണ്ടെത്തുകയും ചെയ്തു. അത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. നിയമന വിവാദം പാർട്ടി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.